ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ അല്പസമയം നമുക്ക് ദൈവദിനം ധ്യാനിക്കാം. വീണ്ടും അതിനാധാരമായി യെശയ്യാപ്രവചനം 61 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതൽ ഇരുന്നാൽ അസാധ്യതകളെ സാധ്യമതായി ദൈവം വഴി നടത്തുവാനിടയായിത്തീരും. ഇന്ന് നാം ചിന്തിക്കേണ്ടത് ദൈവാത്മാവ് നമ്മിലുണ്ടോ എന്ന്. ദൈവവചനം പറയുന്നു, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ നിറവിൽ ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമുക്ക് ധാരാളം കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 61 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. എളിവരോട് ശബ്ദവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മൗത്തീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടേണ്ട ദിവസങ്ങളാണിത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കണം. ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവ നമ്മിൽ പ്രസാദിക്കുവാൻ ഇടയാകട്ടെ. ഏതെങ്കിലും വിഷയങ്ങളിൽ മുന്നേറുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവം അതിന് വിടുതൽ നൽകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായതുകൊണ്ട് പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി തടവിലാക്കി. കാവൽ കാത്തവനെ അവിടെ സൂക്ഷിക്കുവാനിടയായി. എന്നാൽ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. പത്രോസ് സുഖമായി കിടന്നുറങ്ങി. പ്രഭാതത്തിൽ ദൈവം പുറം തട്ടി പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, ഇന്ന് നീ ഏതെങ്കിലും ഒരു തടവറയിൽ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ കുടുംബത്തെ ദൈവം സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് മാനുഷ്യമായി മറ്റുള്ളവരെല്ലാം പറഞ്ഞേക്കാം, നീ തകർന്നു, നീ അസ്തമിച്ചു, ഇനി നിൻ്റെ പേര് പോലും ഓർക്കാൻ കഴിയത്തില്ല, അതുപോലെയാകുമെന്ന്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിന്നിലൂടെ, നിൻ്റെ കുടുംബത്തിലൂടെ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 41 അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയൊക്കെ നാം വായിക്കുമ്പോൾ, മീകാപ്രവചനം 7:15 വായിക്കുമ്പോൾ, ആമീൻ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം ഓർക്കും. ഇന്ന് പകൽ നീ ആയിരിക്കുന്ന ആ തടവറയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോവുകയാണ്. മനസ്സിലാക്കുക. ഒരുപക്ഷെ ചങ്ങലകളോ ഇരുമ്പഴികളോ ആണെന്നില്ലായിരിക്കാം. എന്നാൽ വളരെ ശ്രദ്ധിക്കണം. ഏതൊക്കെയോ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു പോയി കിടക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ, എന്നെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണമേ, നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടുന്നു. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് പലർക്കും പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കാൻ കഴിയാതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണെങ്കിൽ ഈ രാവിലെ യേശുവിൻ്റെ മുറിഞ്ഞ കരം നിന്റെ മേൽ വെച്ച് പ്രിയ സഹോദര, പ്രിയ ദൈവവൃത്തിനെ, നിന്റെ മേൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എന്ന് വ്യാപരിക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 4 അധ്യായത്തിൻ്റെ 7 മുതൽ നാം വായിക്കുമ്പോൾ,
അത്യന്ത ദൈവശക്തി വ്യാപരിച്ചാൽ ചില അത്ഭുതങ്ങൾ നടക്കും. നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ നമുക്ക് ദൈവത്തിൽ പ്രതീക്ഷിക്കാം. ദൈവത്തിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ.